പ്രവാസ ലോകത്ത് പുരുഷന്മാരാണ് കൂടുതലും, പുരുഷ തൊഴിലാളികളാണ് അവിടെ കൂടുതൽ വരുന്നത്. പിന്നെ ധാരാളം കുടുംബങ്ങളും ഇപ്പോൾ ഉണ്ട്, ധാരാളം പേര് കുടുംബമായിട്ട് തന്നെ അവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടുത്തെ അതേ രീതിയിൽ തന്നെ കുടുംബ കൂട്ടായ്മകളൊക്കെ ആയിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവിടെ സ്ത്രീകൾ എന്നുള്ള രീതിയിൽ വരുന്ന ആളുകൾ കൂടുതലായും വരുന്നത് ഗാർഹിക തൊഴിലാളികൾ എന്ന രീതിയിലാണ്. ഗാർഹിക തൊഴിലാളികളായിട്ട് എത്തുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ തൊഴിൽ ചൂഷണം അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ പല സാമൂഹ്യക്ഷേമ സംഘടനകളുടെയും ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം, ദിവസവും ഏകദേശം ഒരു 5-10 ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് അവിടെ എത്താറുണ്ട്. അതായത് പ്രധാനമായിട്ട് ഇവിടുത്തെ ഏജൻസികൾ തെറ്റായ വിസ നൽകിയിട്ട് അവരെ കബളിപ്പിച്ച് അവിടെ കൊണ്ടുവരികയും അവരെ മറ്റു തൊഴിലുകളിലേക്ക് പറഞ്ഞു വിടുകയും വേറൊരു നിവൃത്തിയും ഇല്ലാത്ത ആളുകൾ അതിൽ തന്നെ തുടർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അതല്ലാത്ത ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ച് നാട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇതെന്തുകൊണ്ട് ഒരു സാഹിത്യ വിഷയമാകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇപ്പോൾ കമൽ സാറുമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാനിത് ചോദിച്ചിരുന്നു. അപ്പോൾ ഗദ്ദാമയിൽ അതുപോലെ ബെന്യാമിൻ്റെ ആടുജീവിതം പറയുന്നുണ്ട്. അപ്പോൾ ഈ ബെന്യാമിൻ്റെ ആടുജീവിതത്തിലുള്ള അതിലെ പ്രധാന കഥാപാത്രത്തിനെ ബഷീർ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമായിട്ട് ഗദ്ദാമയിൽ കമൽ സാർ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ആടുകളെയൊക്കെ മേച്ച് കിടക്കുന്ന ഒരാളുടെ ഒരു ജീവിതം ആ സിനിമയിലൊരു ചെറിയ പാർട്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആടുജീവിതം വരുന്നതിന് മുമ്പുള്ള ഒരു സംഗതിയാണത്. പക്ഷേ അത് നമ്മുടെ നാട്ടിലുള്ള ഒരാളത് കാണുമ്പോൾ ഇത് ആടുജീവിതം തന്നെയാണല്ലോ അതിലുള്ള ബഷീർ. അപ്പോൾ ഈ ഗദ്ദാമയുടെ ജീവിതം നമ്മൾ വേറെ രീതിയിൽ അവതരിപ്പിക്കുമ്പോഴും ഈ ഒരു പാറ്റേൺ ഇവർക്ക് കഥയിലും ഇതിലും കാഴ്ചക്കാരന് വായനക്കാരനത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് എഴുതാൻ സാധിക്കണം. അതിനെ അതിജീവിച്ചുകൊണ്ട് അത് മറ്റ് തരങ്ങളിലേക്ക് അതിനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിച്ചുകൊണ്ടുള്ള സാഹിത്യം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം ഇതാണ്. മറ്റൊരു സംഗതി, നമ്മുടെ പ്രവാസ ലോകവുമായിട്ട് ഇവിടുത്തെ നാട്ടിനെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെയും അവിടെയായിട്ട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്കിപ്പോൾ ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ ദൂരത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സഞ്ചരിക്കണമെങ്കിൽ ആ ഒരു മണിക്കൂർ നേരം നമ്മൾ നേരിടേണ്ടി വരുന്ന സംഗതികൾ, അത് നമ്മളിപ്പോൾ ഒരു ദിവസം പ്രവാസ ലോകത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ സഞ്ചരിച്ചാലും നമ്മൾ അനുഭവിക്കുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് കരുതുന്നു. അതായത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയി തിരികെ വരുന്നതിനിടയിൽ നാട്ടിലുള്ള ഒരാൾ നേരിടുന്ന സാഹചര്യങ്ങൾ, അവർ കാണുന്ന കാഴ്ചകൾ, അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അവർ കേൾക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും അവിടെയില്ല. അവിടെ കാര്യങ്ങൾ, സമൂഹം സങ്കീർണമല്ല. അവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ പോലെ ഇത്രയും സങ്കീർണതയില്ല കാര്യങ്ങൾക്ക്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രവാസ ലോകത്തു നിന്നുള്ള എഴുത്തുകൾക്കും അത്തരത്തിലുള്ളൊരു ആഴമോ അല്ലെങ്കിൽ ഒരു ഗഹനതയോ ഇല്ലാതെ പോകുന്നതും. അവിടെ നിന്നുള്ള എഴുത്തുകൾ ഈ പറഞ്ഞതുപോലെ പഴയ ഗൃഹാതുരത്വത്തിലേക്ക് പോകുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, എന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അവിടെയുള്ള ഇപ്പോൾ ഗദ്ദാമകളുടെ ഇത് അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു പുതിയ അനുഭവമാണ്. നമ്മൾ കരുതുന്നത് ഇതെല്ലാം എല്ലാവർക്കും അറിവുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓരോ ആൾക്കും ഒരു കഥ പറയാനുണ്ട്, ഓരോ പ്രവാസിക്കും അവിടെ കഥ പറയാനുണ്ട്. ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള പല പ്രായമുള്ള ആളുകളും ഇപ്പോൾ ആത്മഹത്യ ചെയ്യാറുണ്ട്. അവിടെ ധാരാളം ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. ചെറുപ്പക്കാർ പോലും 30 വയസ്സിൽ താഴെയുള്ളവരുടെ ഒരുപാട് ആത്മഹത്യകൾ പ്രവാസ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഈ 30 വയസ്സിൽ താഴെയുള്ള ആളുകൾ പലരും വർഷങ്ങളായിട്ട് 10 വർഷമായിട്ടൊക്കെ നാട്ടിൽ പോകാത്ത ആളുകളുണ്ട്, പ്രവാസികളായിട്ട് ജീവിക്കുന്നുണ്ട്. ഇനി ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഇവരെ നാട്ടിലേക്ക് അയക്കുമ്പോൾ നാട്ടിലുള്ളവർക്ക് ഇവരെ വേണ്ടാന്ന് പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് അയക്കണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്ക് മൃതദേഹം സംസ്കരിക്കുന്നതിന് ഭീമമായിട്ടുള്ള ഒരു ചിലവാണ്. ഇവരുടെ കമ്പനി ചിലപ്പോൾ ജോലിയുള്ളവരാവില്ല, വർഷങ്ങളായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാവും. അപ്പോൾ അവർക്ക് ജോലി ഉണ്ടാവില്ല, അവരെ ഏറ്റെടുക്കാൻ അവിടെ കമ്പനി ആരും ഉണ്ടാവില്ല. അപ്പോൾ പ്രവാസി സംഘടനകൾ നമ്മൾ സാധാരണക്കാരെ പ്രവാസികളിൽ നിന്നും പണം സ്വരൂപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ശവസംസ്കാരങ്ങളൊക്കെ നടത്തുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സാഹിത്യത്തിലേക്ക് വരണമെങ്കിൽ വരേണ്ടതാണ്. അതിനെയൊക്കെ ആ ഒരു അർത്ഥത്തിൽ അവതരിപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള രചനകളും വരേണ്ടതാണ്.